രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ ഹനുമാൻ ലങ്കയെ ചുട്ട് ചാമ്പലാക്കിയ വൃത്താന്താണ് നമ്മൾ കണ്ടത്. ഹേ കാന്ത എന്നൊക്കെ വിളിച്ചുകൊണ്ട് എല്ലാവരും ഉറക്കെ കരഞ്ഞു. ഹാ താതഃ പുത്രക കാന്തമിത്രാഹ ജീവിതേശാംഗഹതം സുപുണ്യം. എല്ലാ പുണ്യങ്ങളും നശിച്ചല്ലോ, ഈ ഒരു ഗതി നമുക്ക് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പുത്രാകാന്ത, അച്ഛ, അമ്മേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് എല്ലാവരും തീ ഇങ്ങനെ എരിയാന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയാണോ? നിലവിളിച്ചുകൊണ്ടങ്ങനെ സജ്ജനം മഹാസിദ്ധനുമായിട്ടുള്ള ഹനുമാനെ ദ്രോഹിച്ചതിനുള്ള തക്കതായിട്ടുള്ള ബലം ഹനുമാൻ തന്നെ അവർക്കങ്ങനെ നൽകി. അപ്പോൾ ഒരു ചിന്ത ഇതിങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഹനുമാൻ്റെ മനസ്സിലങ്ങോട്ട് കയറി, ഉള്ളിലൊരു തീ കയറിയ പോലെയാണ്. അതെന്താ അപ്പം അത്? ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്തത്? അവേക്ഷ്യ ഹനുമാൻ ലങ്കം ചിന്തയാമാസവാനര. ചിന്തയിലാണ്ടു. തസ്യാപൂർസു മഹാന്ത്രാസ കുൽസ ച ആത്മന്യജായതാ ലങ്കാമ്പതകതാങ്കാമം കിംസിൽ കൃതമിതം മയ. ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്തത്? ദേഷ്യം കൊണ്ട് ഒരു കാര്യം ആലോചിക്കാതെ ചെയ്യുക എന്നതല്ലേ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്? ആരാണ് ഈ ലോകത്തിൽ വിവേകി? ദേഷ്യത്തെ ഒതുക്കുന്നവൻ. എൻ്റെ രാവണനോടുള്ള ധാർമ്മിക രോഷമാണ്, എങ്കിലും അവിടെ ഈ കോപത്തിന് സ്ഥാനമില്ല എന്നാണ്. വികാരപരമായിട്ട് നമ്മൾ കോപിച്ചാൽ ചിലപ്പോൾ അബദ്ധം ഉണ്ടാവുക. നമ്മുടെ തന്നെ ജീവന് ഭീഷണി വരാം, മറ്റെന്തെങ്കിലും ആപത്ത് വരാം, ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരാം. കോപിക്കാതിരുന്നാലോ ചിലപ്പോൾ ഉദ്ദേശിച്ച കാര്യം നയപരമായിട്ട് നേരിട്ട് നേടുകയും ചെയ്യാം. അതല്ലേ വേണ്ടത്? ധന്യാസ്തേ പുരുഷശ്രേഷ്ഠ യേ ബുദ്ധ്യാ കോപമുത്തിതം നിരുന്ധതി മഹാത്മാനോ തീർത്ഥമഗ്നിമിവാംബസ. കോപം വരുന്ന സമയത്ത് അതിനെ ഒതുക്കാൻ ഏതൊരാൾക്ക് സാധിക്കുമോ അവനാണ് പുരുഷശ്രേഷ്ഠന്മാർ. വേറൊന്നുമല്ല എന്നെനിക്ക് തോന്നുകയാണ്. ഇപ്പോഴാണ് വിവേകം തോന്നിയത്. ക്രുദ്ധപാപൻ നകാര്യാൽ കക്രുദ്ധോഹന്യാൻ ഗുരുനബി ക്രുദ്ധ പരുഷയാ വാച നരത്താധൂനദീക്ഷിപേൻ. ദേഷ്യപ്പെട്ട ഒരാൾക്ക് എന്താണ് ചെയ്തുകൂടാത്തത്? എന്ത് അധർമ്മമാണ് ചെയ്തുകൂടാത്തത്? ഗുരുവിനെ കൊല്ലാനും അച്ഛനെ കൊല്ലാനും അമ്മയെ കൊല്ലാനും ദേഷ്യം വന്നാൽ അവൻ പ്രയത്നിക്കില്ലേ, ചെയ്യില്ലേ? ക്രോധമായതു യമനായതു നിർണയം. ലക്ഷ്മണന് ആദ്യത്തെ ഉപദേശം കൊടുക്കുമ്പോൾ രാമൻ പറഞ്ഞ 3 ഉപദേശം ഉണ്ടല്ലോ ലക്ഷ്മണന്. ആദ്യത്തെ പറഞ്ഞ ക്രോധമായത് യമനായിട്ട് നിർണയം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രുദ്ധപാപന്ന കാര്യാൽ കക്രുദ്ധോഹന്യാൻ ഗുരുനബി. ഗുരുവിനെ പോലും കൊല്ലാനോ, വേണ്ടപ്പെട്ട ആളുകളെ വധിക്കാനോ, ഭാര്യയെ കൊല്ലാനോ ദേഷ്യം വന്നാൽ ശ്രമിക്കില്ലേ? അതുകൊണ്ട് ഇത് നല്ലൊരു കാര്യമല്ല. ക്രോധിച്ചവൻ യഥാർത്ഥ കാര്യങ്ങൾ അറിയുന്നില്ല. അവന് ചെയ്യരുതാത്തതും പറയരുതാത്തതും ഒന്നുമില്ല. എപ്രകാരം യസ്മൃൽ പതിതം ക്രോധം യസ്സമുത്പത്തിതം ക്രോധം ക്ഷമ ഏവ നിരസ്യതി യഥോരകത്വജം ജീർണാം സവൈ പൂരുഷ ഉച്യത്തെ. ഒരു പാമ്പ് അതിൻ്റെ പടം പൊഴിക്കണ പോലെ ക്രോധത്തെ ഊരിക്കളയാൻ സാധിക്കണം അനായാസേന. അവനാണ് ശ്രേഷ്ഠൻ. അവന് എന്താണ് ഇപ്പം ഇവിടെ പറയാൻ കാരണം എന്നാണെങ്കിൽ ദിഗസ്തുമം ദുർബുദ്ധിം നിർലജ്ജം പാപകൃത്തമം അചിന്തയിത്വാം സീതാം അഗ്നിതം സ്വാമിഘാതകം. ഈ കാര്യത്തിലേക്ക് വരികയാണ്. ഇത്രയൊക്കെ പറഞ്ഞത് എന്തിനാ? ആ സീത ഈ അഗ്നിയിൽ പെട്ടിട്ടുണ്ടാവുമോ? അത് കൊളുത്തണതിൻ്റെ മുമ്പ് ആലോചിക്കണ്ടായി. ഈ ഒരു
അനുമച്ചിന്ത അധ്യാത്മരാമായണത്തിൽ നമ്മൾ കണ്ടില്ല. തിരഞ്ഞിട്ട് നോക്കിയിട്ട് കണ്ടില്ല. സീതയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന ഉറപ്പുണ്ട്. ഹനുമാൻ അവിവേകം പ്രവർത്തിക്കില്ല, സൂക്ഷിച്ചേ ചെയ്യുള്ളൂ എന്ന നിലയ്ക്കാണ് അധ്യാത്മരാമായണം പോകുന്നത്. അത് അങ്ങനെ ഒരു വേർഷൻ നമ്മളൊന്നിനെയും വിമർശിക്കണില്ല. അതിൽ യുക്തിയുണ്ട്. ഹനുമാൻ അറിവില്ലാത്ത ആളല്ലല്ലോ, അല്ലെങ്കിൽ ഈശ്വര സഹായം ഉണ്ടാവും. ഇവിടെ ഒരു ഘട്ടത്തിൽ ഹനുമാനൊരു ചെറിയ ആലോചനക്കുറവൊന്നും മുഴുവൻ കത്തിയാൽ അതിൽ സീത പെടില്ലേ. പക്ഷെ അദ്ദേഹത്തിന് രോഷം ധാർമ്മികമാണ് എന്നതുകൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് സീതയ്ക്കൊന്നും പറ്റാതെ പറ്റണില്ലല്ലോ. പറ്റണമൊന്നുമില്ല. അതിലെ ദഹിച്ചു വെച്ച കഥ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ പ്രയത്നിച്ചതൊക്കെ വെറുതെയായി എന്ന് ഹനുമാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. സ്വാമി ഘാതകനാണ്, ഞാൻ യജമാനനെ ആയിട്ടുള്ള രാമനെ കൊന്ന പാപിയായിട്ട് മാറിയല്ലോ എൻ്റെ ഈശ്വര. ദുർബുദ്ധിയാണ്, നിർലജ്ജനും മഹാപാപിയും, ഞാൻ നിന്ദ്യനാണെന്ന് തോന്നുകയാണ്. അചിന്തയിത്വാതാം സീതാം, ആ സീതയുടെ കാര്യം ചിന്തിക്കാതെ എന്ത് പണിയാണ് ഞാൻ കാണിച്ചത്. നിർലജ്ജം പാപകൃത്തമം, വലിയ അപരാധം ഇതാ ഞാൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണോ വിവേകികൾ വേണ്ടത് എന്നൊരു ചിന്ത. യതി ദഗ്ധാ തിയം ലങ്കാനൂനമാര്യാപി ജാനകി, യതി ദഗ്ധാ തിയം ലങ്ക മുഴുവൻ വെന്തു പോയിട്ടുണ്ടെങ്കിൽ, എന്ത് പോയിട്ടുണ്ട് അങ്ങനെയാണല്ലോ, ആ സീത അതിൽ പെട്ടിട്ടുണ്ടാവും. ഞാൻ സ്വാമിയുടെ കാര്യം നശിപ്പിച്ചു. യഥർത്ഥം അയം ആരംഭ തൽക്കാര്യമവസാദിതം, എന്തിനു വേണ്ടിയാണോ ഞാൻ ആരംഭിച്ച് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്, അതിതാ ഇവിടെ വൃഥാവിലാവാൻ പോവാണല്ലോ എൻ്റെ ഈശ്വര. മയാ ഹി ദഹദാ ലങ്കാം ന സീതാ പരിരക്ഷിത, ആ സീതയെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. അതിനു വേണ്ട രക്ഷയും ചിന്തയും ചെയ്തിട്ടല്ലേ ദയിപ്പിക്കേണ്ടിയിരുന്നത്. അത് ഞാൻ ചെയ്യാത്തത് കൊണ്ടിതാ എന്തിനു വേണ്ടി പുറപ്പെട്ടുവോ അത് തകരാറിലായല്ലോ. ഈ സത്കാര്യമിതങ്കാര്യം കൃതമാസീന്ന സംശയ, വലിയ അപരാധം ഞാൻ ചെയ്തു. സമുദ്രലംഘനം ചെയ്ത് രാവണഗൃഹം മുഴുവൻ അന്വേഷിച്ച്, രാവണൻ്റെ ആലയമായിട്ടുള്ള രംഗം മുഴുവൻ അന്വേഷിച്ച് സീതയെ കണ്ടെത്തി. പല മന്ത്രിമാരെയും രാവണപുത്രനെയും വധിച്ചു. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് ആ ലക്ഷ്യം ഇങ്ങനെ നേടാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ലക്ഷ്യം നേടാനുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതാ വലിയൊരു അവിവേകം പറ്റി. എന്തിനു വേണ്ടി പുറപ്പെട്ടുവോ അത് അപകടത്തിലായില്ലേ എന്ന് പറയുകയാണ്. വേരോടുകൂടി ഞാൻ അറുത്തു. ഇനി എന്തിനാ ശ്രമിച്ചത് ഇത്രയും? ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തിനാ ശ്രമിക്കണം? വിനഷ്ട ചാനകീ നൂനം നക്യദഗ്ധ പ്രദൃശ്യതേ ലങ്കായ കശ്ചിദുദ്ദേശ സർവാ ഭസ്മീകൃതാപുരി. മിക്കവാറും സീതയിൽപ്പെട്ടുണ്ടാവും. ഈ അഗ്നി മുഴുവൻ കത്തിയിട്ടുണ്ടെങ്കിൽ ഒരിടവും അതിൽ കത്താതെ കാണുന്നില്ലല്ലോ. ഈശ്വര, അതുകൊണ്ട് ആ സീതാദേവി ദേഷിച്ചു പോയിട്ടുണ്ടാവുമോ? അതിനെന്നെയാണ് സാധ്യത. ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? യതി തത് വിഹതം കാര്യം മയാ പ്രജ്ഞാവിചാരയാൽ, എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് വലിയൊരു തെറ്റ് ഞാനിവിടെ ചെയ്തു. ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ ചെയ്തു. എന്താണ് നല്ലത്? ഇഹേവ പ്രാണസന്യാസോ മമാഭിരോചത്തെ, ഞാനും കൂടി ഈ അഗ്നിയിലാണ് ചാടി മരിക്കുകയെ. കടലിലെ ഈ ശരീരം കടൽ ജീവികൾക്ക് ആഹാരാക്കുകയാണ് ഇനി നല്ലത്. കിമത്നോ നിപതാമദ്യ, ഈ അഗ്നിയിൽ ഞാൻ ചാടുക. ആഹോസിത് ബടവാമുഖം അഗ്നി, ഈ അഗ്നിയിൽ ഞാൻ ഇരയായാലോ. ശരീരമാഹോസത്വാനാം ദത്മി സാഗരവാസിനാം, സാഗരവാസികളായിട്ടുള്ള ജീവികൾക്ക് ആഹാരമാവുകയാണ് നല്ലത്. അല്ലെങ്കിൽ അഗ്നിയിൽ ദഹിക്കണം. ജീവിതത്തിന് ഇനി യാതൊരു അർത്ഥവും ഇല്ല. ഒരു കാര്യത്തിന് പറഞ്ഞയച്ചിട്ട് അവർ ജീവനെ പോലെ വിചാരിക്കുന്നതായിട്ടുള്ള സീതാദേവിയെ അഗ്നിയിലിട്ട് ദഹിപ്പിച്ചതായിട്ടുള്ള ഞാൻ ഈശ്വര ഈ പാപം എവിടെ കൊണ്ടുവയ്ക്കും? വല്ലാതെ ദുഃഖമായി ഹനുമാന്. കഥന്വ ജീവിതാശക്യോ മയാ ദൃഷ്ടം ഹരീശ്വര, ആ സുഗ്രീവനെ ഞാൻ എങ്ങനെ ചെന്ന് കാണും? ഇതെനിക്ക് അവിടെ പറയാൻ പറ്റുമോ? സീതാദേവിയെ ഞാൻ ദഹിപ്പിച്ചു, അതിനാണ് എന്നെ അയച്ചത്. എൻ്റെ തല ആ നിമിഷം സുഗ്രീവൻ ഇല്ലാണ്ടാക്കും, സംശയമൊന്നുമില്ല. അപ്പം അതിലും നല്ലത് എന്താ, ഇവിടെ വെച്ച് മരിക്കുക. ഞാൻ പോണില്ല.
ദിഗത്തു രാജസം ഭാവം അനീശം അനവസ്ഥിതം അസമർത്ഥനും അനവസ്ഥിതനും ആയ ഔചിത്യമില്ലാത്തവനുമായ എന്നെ ഞാൻ തന്നെ നിന്ദിക്കുന്നു. കഷ്ടം, ഇങ്ങനെ ആയില്ലോ നീയേ എന്ന് സ്വയം പറയുകയാണ്. എന്തേ നിനക്ക് പറ്റിയത്? ഇത്ര സാമർഥ്യവും വിവേകവും ആലോചന ശക്തി ഇതൊക്കെ ഉള്ളതായിട്ടുള്ള എനിക്ക് ഞാൻ എന്തിനു പുറപ്പെട്ടുവോ അത് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കഷ്ടം. എന്തൊരു കഷ്ടമാണത്. സീതയ്ക്ക് നാശം വന്നാൽ രാമനുമില്ല ലക്ഷ്മണനുമില്ല, സുഗ്രീവനും ചിലപ്പോൾ ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. വിനഷ്ടായാം തു സീതായാം താവുഭോ വിനശിഷ്യതേ. സീത നഷ്ടമായി തീർന്നാൽ അവർ രണ്ടുപേരും രാമലക്ഷ്മണന്മാരുണ്ടാവില്ല. തകോർ വിനാശേ സുഗ്രീവ, പിന്നെ സുഗ്രീവനും ഉണ്ടാവില്ല. അതുകൊണ്ട് വല്ലാത്ത അവിവേകമായി പോയി ഞാൻ ചെയ്തത്. ഭ്രാതൃവത്സലനായിരിക്കുന്ന ഭരതനോ രാമനും ലക്ഷ്മണനും ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുമോ? ധർമാത്മാവായിട്ടുള്ള ശത്രുഘ്നൻ ജീവിക്കുമോ? ധർമാത്മാസക ശത്രുഘ്ന കഥം ശിക്ഷതി ജീവിതം. ആ ശത്രുഘ്നനും ഭരതനും പിന്നെ രാമലക്ഷ്മണന്മാർ പോയാൽ ജീവിച്ചിരിക്കും. അവർ നാലും ഒരാളെ നോക്കി മൂന്നാളെയും കാണാം. അങ്ങനെ സ്നേഹമുള്ളവരാണ്. പ്രാതൃസ്നേഹമുള്ളതായിട്ടുള്ള അവരൊക്കെ ജീവൻ വെടിയില്ലേ? അവർ ജീവൻ വെടിഞ്ഞാലോ എല്ലാ പ്രജകളും ദുഃഖി. ഇക്ഷ്വാകുവംശേ ധർമ്മിഷ്ഠേ, ധർമ്മം നിറഞ്ഞതായിട്ടുള്ള ഇക്ഷ്വാകുവംശത്തിൽ ഇത്രയും വലിയ നാശം സംഭവിച്ചാൽ ഭവിഷ്യതി പ്രജാ സർവ ശോകസന്താപ പീഡിത. ആ പ്രജകളും മുഴുവൻ ദുഃഖിക്കും. ചുരുക്കത്തിൽ ഈ ലോകനാശം വരുത്തിയ ഒരാളായി ഞാൻ മാറി. ഒരാളെ രണ്ടാളെ എല്ലാം ഞാൻ നശിപ്പിച്ചത് സീതയെ നശിപ്പിക്കുന്നതിൽ കൂടെ. രാമലക്ഷ്മണന്മാരെന്ന് വെച്ചാൽ ബാക്കി സഹോദരന്മാർ ദുഃഖിക്കും, സുഗ്രീവൻ ദുഃഖിക്കും, അവരില്ലാണ്ടാവും തന്നെ ചെയ്യും. ഇനി നമുക്കൊക്കെ കൂടി ആത്മഹത്യ ചെയ്യുക നല്ലത്. അത് കഴിഞ്ഞാൽ ആ അമ്മമാരോ അവർ ജീവിച്ചിരിക്കുമോ? ഈശ്വര, ഇത്രയായി കഴിഞ്ഞാൽ ആ പ്രജകളോ? ചുരുക്കം ഞാനൊരു ലോകദ്രോഹി ആയിട്ട് മാറിയല്ലോ. നല്ല ഒരു ഉദ്ദേശം വെച്ചിട്ട് എന്നെ വിശ്വസിച്ച് അവർ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെയെല്ലാം വിചാരിക്കുമ്പോൾ ചില നല്ല ശകുനങ്ങൾ കാണണം. പൂർവം അപ്യുപലബ്ധാനി സാക്ഷാൽ പുനരചിന്തയൽ അഥവാ ചാരു സർവാംഗീ രക്ഷിതാർത്ഥേന തേജസാന നശിഷ്യതി കല്യാണി നാഗ്നിരത്നോ പ്രവർത്തതേ. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ എന്നിങ്ങനെ തോന്നുകയാണ്, ആ അഗ്നി എങ്ങനെയെങ്കിലും സീതയെ രക്ഷിക്കണേ, അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. തന്നെ അഗ്നി രക്ഷിച്ചല്ലോ. തൻ്റെ വാലിൽ തീ കൊളുത്തിയിട്ട് തനിക്ക് അല്പവും ചൂട് അനുഭവപ്പെടാതിരിക്കുന്നതിനാൽ ഒരു പക്ഷേ ആ സീതയെ അഗ്നി രക്ഷിക്കട്ടെ, അങ്ങനെ ആയി തീരട്ടെ എൻ്റെ ഈശ്വര. മറ്റതൊന്നും എനിക്ക് ചിന്തിക്കാൻ വയ്യ. അതുകൊണ്ട് സാക്ഷാൽ ഈശ്വരനായിട്ടുള്ള രാമൻ്റെ പത്നിയായിട്ടുള്ള അവളെ അഗ്നി എങ്ങനെ ദഹിപ്പിക്കാം? പാതിവൃത്യമാകുന്ന ഒരഗ്നിയെ മറ്റേ അഗ്നി ദഹിപ്പിക്കുമോ? അതില്ല. അഗ്നി വേറെയുള്ള കാര്യങ്ങളെ ദഹിപ്പിക്കുള്ളൂ. അഗ്നിയെ ദഹിപ്പിച്ചു എന്നവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഏതാ സീതയ്ക്കുള്ള അഗ്നി? പാതിവൃത്യമാകുന്ന അഗ്നി. പാതിവൃത്യമാകുന്ന അഗ്നി ഉള്ളതായിട്ടുള്ള സീതയെ സാധാരണ അഗ്നി ദഹിപ്പിക്കാൻ പോരല്ലോ എന്ന് ഒരു സമാധാനം ചിന്തിച്ചു. ആ സഹോദരന്മാർ സുന്ദരിയായിട്ടുള്ള സീത, ആ സഹോദരന്മാരുള്ളപ്പോൾ, രാമനുള്ളപ്പോൾ ആ അഗ്നി എങ്ങനെ സീതയെ ദഹിപ്പിക്കും? അഗ്നി എൻ്റെ വാല് ദഹിപ്പിച്ചില്ലല്ലോ. നമേ ദഗതിൽ ആങ്കൂലം കഥമാരിയാം പ്രതക്ഷ്യതി. എൻ്റെ വാല് കത്തിച്ചിട്ടും എനിക്ക് വേദനിക്കാത്തത് കൊണ്ട് എങ്ങനെയാണ് സീതയെ ദുഃഖിപ്പിക്കുക? അതുകൊണ്ട് അങ്ങനെയും ഒരു ആശയ്ക്ക് വഴി കാണാനുണ്ട്. പറയണ തപസ്സായാലും സത്യവാക്യത്താലും, തപസ്സുകൊണ്ടും സത്യവാക്യം കൊണ്ടും മറ്റും പാതിവൃത്യത്താലും ഈ സീത അഗ്നിയെ ദഹിപ്പിച്ചേക്കാം. പക്ഷെ അഗ്നി ഇവളെ ഒരിക്കലും ഇങ്ങോട്ട് ദഹിപ്പിക്കില്ല. തപസാ സത്യവാക്യേന അനന്യത്താച്ചവർത്തരി. ഇവളുടെ സത്യം കൊണ്ടും തപോനിഷ്ഠ കൊണ്ടും പാതിവൃത്യം കൊണ്ടും ഇവൾ അഗ്നിയെ ചിലപ്പോൾ ദഹിപ്പിച്ചേക്കാം. പക്ഷേ അഗ്നി ഒരിക്കലും സീതയെ ദഹിപ്പിക്കില്ല. അങ്ങനെ ഒരു ന്യായം കാണാനുണ്ട് സമാധാനിക്കാനായിക്കൊണ്ട്. ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഒരു അശരീരി കേട്ടു. ചാരണന്മാർ ആകാശത്തുനിന്ന് ഇങ്ങനെ പറയണം, അഹോകലകൃതം കർമ്മ ദുഷ്കരം ഹി ഹനുമത. ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം ഹനുമാൻ ചെയ്തിരിക്കുന്നു. എത്രയോ കോടി 100,000 സൈന്യങ്ങളുള്ള രാവണൻ, ശക്തനായിട്ടുള്ള രാവണൻ പാലിച്ചുകൊണ്ടിരിക്കെ
ഈ മാതിരി ചുട്ട് ദഹിപ്പിക്കാൻ ഹനുമാന് ധൈര്യം വന്നു. അതിന് സാധിച്ചല്ലോ. അഗ്നിം വിസജതാ തീക്ഷണം. എങ്ങനെയാ ലങ്കയ്ക്ക് ഒരാൾക്ക് അഗ്നിക്ക് ഇരയാക്കാൻ പറ്റുക? ചില്ലറ കാര്യമാണോ ഹനുമാൻ ചെയ്തത്? ഭീമം രാക്ഷസതത്മനി, ഭീമമായിട്ടുള്ള രാക്ഷസഗൃഹത്തിൽ ചെന്ന് അഗ്നി കൊടുക്കാൻ സാധിച്ചത് വല്ലാത്ത ഒരത്ഭുതം തന്നെ എന്ന് ആ ചാരണന്മാർ മുകളിൽ നിന്ന് പറയണം കേട്ടോ. പറയുകയും ചെയ്തു. പ്രബലായുധ രക്ഷാസ്ത്രീ ബാലവൃദ്ധ സമാകുല ജനകോലാകലാത്മാതാ ക്രന്ദന്തി വത്രികന്ധരൈ ജാനകീ നചതേതി വിസ്മയോദ്ഭുതേവന. അപ്പോഴാണ് ഹനുമാന് വല്ലാത്ത ആശ്വാസം. ജാനകീന ചതേതി, ജാനകി ദഹിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെ സീതയെ കൊല്ലാതെ ഈ ഹനുമാൻ ലങ്ക മുഴുവനെ ചുട്ടുപൊട്ടിച്ചു? ഹാവൂ, സീത മരിച്ചിട്ടില്ല എന്ന് ഹനുമാന ബോധ്യായി. ജാനകീന ചതേതി വിസ്മയോദ്ഭുതേവന. സീതയെ മാത്രം ഒഴിച്ച് ഈ ലങ്ക എങ്ങനെ ഹനുമാൻ ചുട്ടു എന്നാണ് അശരീരി ചാരണന്മാർ അവരാണ് പറയണത്. അപ്പോൾ മനസ്സിലായല്ലോ, അവരറിഞ്ഞിട്ടുണ്ട് സീത മരിച്ചിട്ടില്ല, സീത ദഹിച്ചിട്ടില്ല. ജാനകീന ജദേതി വിസ്മയോദ്ഭുതേവന. ജാനകിയെ ദഹിപ്പിക്കാതെ, സീതയെ ദഹിപ്പിക്കാതെ ഈ ലങ്ക മുഴുവൻ ചുട്ടുപൊട്ടിച്ചതായിട്ടുള്ള ഹനുമാൻ്റെ വൈഭവം അപാരം തന്നെ. ഹനുമാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല, സീത മരിക്കരുതെന്ന് ചിന്തിച്ചിട്ടൊന്നുമില്ല. അവർ സ്തുതിച്ചതാണ്. അവർ വിചാരിച്ചു ഹനുമാൻ കരുതിക്കുട്ടി സീതയെ രക്ഷിച്ചിട്ടുണ്ടാവും. ഇതെന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ സതുദ്ദേശത്തോട് കൂടിയിട്ടൊരു കാര്യം ചെയ്താൽ നമുക്കൊരബദ്ധം വന്നാലും നമ്മുടെ ഭഗവാൻ കാക്കും. അങ്ങനെയല്ലേ എടുക്കേണ്ടത്. നമ്മളിപ്പോൾ നല്ല കാര്യം ചെയ്യാം, നമ്മളെല്ലാം തികഞ്ഞവരാണോ? ഒരിക്കലുമല്ല. മനുഷ്യനാവുക, ഇനി മനുഷ്യനല്ലാതെ വാനരനാണ്, മനുഷ്യന് വ്യത്യസ്തനാണ്. ആരോ ആവട്ടെ, ആരുടെയും ബുദ്ധി അത്ര പൂർണ്ണത ഉള്ളതൊന്നുമല്ല. അതിലൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാവാമല്ലോ. പക്ഷെ നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അതിൽ ആരുടെ സഹായം ഉണ്ടാവും? ഭഗവാന്റെ അദൃശ്യമായിട്ട്. അത് വേണ്ടേ? നമ്മൾ മുഴുവൻ ചിന്തിച്ചിട്ടാണോ അല്ലെങ്കിൽ ഒക്കെ നേരെയാവണത്? നേരെയായാൽ നമ്മൾ അഭിമാനിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ അഭിമാനിക്കരുത്. തെറ്റാണ്. അങ്ങനത്തെ തെറ്റുകളൊക്കെ ഇഷ്ടംപോലെ നമുക്കും വരാം. ഈശ്വരാ, ഞാൻ നല്ല കാര്യം ഉദ്ദേശിച്ചിട്ടാട്ടോ ചെയ്തത് ആവും. അപ്പോൾ അതിലും നമുക്ക് എന്ത് വേണം? ഈശ്വരൻ്റെ ആ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ ബുദ്ധിയൊക്കെ അപൂർണ്ണമാണേ. അപ്പോൾ അത് നല്ല ഉദ്ദേശമാണെങ്കിൽ ഈശ്വരാ, ഞാൻ പുറപ്പെട്ടിരിക്കുന്നു, നല്ലത് വരുത്തണേ, തെറ്റ് വന്നാലും അതിലും കാക്കണേ, ഈ ഒരു ഭാവം നമുക്കുണ്ടെങ്കിൽ. കാരണം ഹനുമാൻ രാമഭക്തനാണ്, അതിന് യാതൊരു സംശയമില്ലല്ലോ. യാതൊരുവിധ കളങ്കമില്ലാത്ത ഉറച്ച ഭക്തി, ഹൃദയം അങ്ങോട്ട് കീറിയിട്ട് അതിന് രാമനെ കാണിച്ചു കൊടുത്ത ആളാണ്. അപ്പോൾ അവിടെ ആരാ രക്ഷിച്ചത്? ഹനുമാൻ ചിന്തിച്ചിട്ടില്ല സീതയെ രക്ഷിക്കണമെന്ന്. തന്നെ ഭഗവാന്റെ ആ ഒരു അദൃശ്യ അനുഗ്രഹം ഹനുമാനുണ്ടായി. അബദ്ധം പ്രവർത്തിച്ചിട്ടും അവിടെ ഈശ്വരസഹായം ഉണ്ടായി. ഇത് ശിഷ്ടാവ ഹനുമാൻ വാചം താം അമൃതോപമ. അമൃതതുല്യമായിട്ടുള്ള ഈ വാക്കുകൾ. ജാനകി ദഹിക്കപ്പെട്ടിട്ടില്ല. ജാനകി നജദേതി, സീത ദഹിപ്പിക്കപ്പെട്ടിട്ടില്ല. ഹൗ, എന്തൊരാശ്വാസം! അതിങ്ങനെ കേൾക്കുമ്പോൾ എത്ര നീറുക മനസ്സേ. നീറിക്കൊണ്ടിരിക്കുന്ന മനസ്സിൽ പാതിവൃത്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള രാമപത്നിയായിട്ടുള്ള സീതയെ രാവണ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടില്ല ഞാൻ. ഈശ്വര, ആ ദേവിയെ ദഹിപ്പിച്ചാൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിന് ഇനി എന്തർത്ഥമാണുള്ളത്? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ജാനകീന ചതേതി വിസ്മയോദ്ഭുതേവന. സീത ദഹിപ്പിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെ ഹനുമാന് ഇത് സാധിച്ചു? അപാരവൈഭവം എന്നിങ്ങനെ പുകഴ്ത്തി. സ നിമിത്തേ ചതിഷ്ടാർത്ഥേ കാരണേച്ച മഹാഗുണൈ ഋഷിവാക്യേച്ച ഹനുമാൻ അഭവൽ പ്രീതമാനസ. ഈ ഋഷിവാക്യം കൊണ്ട് ഹനുമാൻ വളരെയേറെ സന്തോഷിച്ചു, പ്രീതമാനസനായി എന്ന് പറയാം. കേട്ടല്ലോ ഈ ഒരു വാക്യം. കേട്ടിട്ടില്ലെങ്കിൽ ഇനിയും കാണാൻ ഒരുപാട് കഴിയും. അവിടെ പോയി നോക്കിയിട്ട് ദഹിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ സമയം കുറേ എടുക്കുകയെ. അത് പെട്ടെന്ന് കണ്ടതുകൊണ്ട് വളരെയേറെ സന്തോഷമായി. തതക്കഭിപ്രാപ്ത മനോരഥാർത്ഥ താമക്ഷത രാജസുതാം വിദിത്വ പ്രത്യക്ഷതസ്താം പുനരേവദൃഷ്ട പ്രതിപ്രണായ മതിഞ്ചകാര. അമതനായി. ഇനിയിപ്പോൾ തനിക്ക് മരിച്ചാലും വിരോധമില്ല, വേണ്ടതായി സീത സുരക്ഷിതയാണല്ലോ. അതങ്ങോട്ട് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? വേണ്ടി സമുദ്രതരണം ചെയ്തു. തിരിച്ച് വരണം, ഇങ്ങോട്ട് വരണം, അവനോട് ഈ വിവരം പറയണം. അതിനുള്ള തയ്യാറിപ്പ്
ഏതായാലും ആ സീതയെ ഒന്ന് കണ്ടിട്ട് പോവാം. ജീവിച്ചിരുന്നു എന്നുള്ളത് നേരിട്ടൊന്ന് കാണാമല്ലോ, കേട്ടാൽ പോരാ, ചിലതൊക്കെ കണ്ടിട്ട് തന്നെ തീരുമാനിക്കണം. പ്രത്യക്ഷതസ്താം പുനരേവ ദൃഷ്ടുവ, തൻ്റെ കണ്ണുകൊണ്ടൊന്ന് നേരിൽ കണ്ടിട്ടാവാം. ഇത്രയും വലിയ അഗ്നിബാധ ഉണ്ടായതല്ലേ. പ്രതിപ്രയാണായ, തിരിച്ച് മടങ്ങാൻ, ഹനുമാൻ്റെ പ്രതിയാനാണ് തിരിച്ചു വരവ്. ആ തിരിച്ചു വരവിനായിക്കൊണ്ട് ചിന്തിച്ചു. മതിഞ്ചകാര, അതുകൊണ്ട് ശിംശവാമൂലത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നതായിട്ടുള്ള സീതയെ കണ്ടു. ഭാഗ്യം കൊണ്ട് ഭവതി സുരക്ഷിതയായി, ഞാനിവിടെ ഭാഗ്യം കൊണ്ട് അല്ലയോ ദേവി അങ്ങേ എനിക്ക് കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ വലിയൊരു വിപത്തിന് ഇവിടെ സാക്ഷ്യം വഹിക്കേണ്ടതായിരുന്നു. അഭിവാപ്യാമ പ്രവീദിഷ്ട്യ പശ്യാമി ത്വാമിഹാക്ഷതാം, യാതൊരു തകരാറും ക്ഷതവും കൂടാതെ ഭവതി എനിക്ക് കാണാൻ സാധിച്ചല്ലോ എന്ന് പറയണം. കാര്യം നിറവേറ്റാൻ നീ ഒറ്റയ്ക്ക് തന്നെ മതി എന്ന് പറഞ്ഞ് സീത ഹനുമാനെ കീർത്തിച്ചു. അതുകൊണ്ട് നിൻ്റെ കീർത്തി ഈ ലോകം മുഴുവന് പരക്കും ഹനുമാൻ. ഈ അവിവേകത്തെക്കുറിച്ചൊന്നും സീത ചിന്തിച്ചില്ല. ഇന്നൊരു അവിവേകമല്ലേ നീ ചെയ്തത് എന്ന് പറഞ്ഞതിനില്ല സീതാണ്. ഇതൊക്കെ അങ്ങനെ ചിന്ത പോയിട്ടില്ല. അതുകൊണ്ട് രാമൻ എന്നെ കൊണ്ടുപോകും. അതിനുള്ള കാരണം ആരാ? നീയാണ്. വരം പരബലാർദ്ധനായിട്ടുള്ള ശത്രുവിനെ കൊല്ലുന്നതായിട്ടുള്ള രാമൻ വന്ന് തീർച്ചയായിട്ടും എന്നെ കൊണ്ടുപോകും. അതിനൊക്കെ കാരണം നീ തന്നെയാണ്. നീ ഉടനെ മടങ്ങിപ്പോയി വേണ്ടത് ചെയ്യുക. നീ എത്തിക്കഴിഞ്ഞാൽ അധികം താമസിയാതെ രാമലക്ഷ്മണന്മാർ ഇവിടെ വരും എന്നങ്ങനെ പറഞ്ഞു. അരിഷ്ടപർവ്വതം എന്ന് പറഞ്ഞിട്ടൊരു പർവ്വതമുണ്ട്, അതിൻ്റെ മുകളിലാണ്ട് കയറി തതസ്സ കപിശാർദൂല സ്വാമി സന്ദർശനോത്സുക, സ്വാമിയായിട്ടുള്ള രാമനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ആരുരോഹ ഗിരിശ്രേഷ്ഠം അരിഷ്ടം എന്ന് പേരായിട്ടുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ ശത്രുഞ്ജയനായിട്ടുള്ള ഹനുമാനായിട്ട് കയറുകയാണ്. ആ പർവ്വതം എങ്ങനെയൊക്കെയുള്ളതാണെന്നാണെങ്കിൽ കാട്, ധാരാളം ധാതുക്കൾ, നീരുറവകൾ, മുളകൾ, ഓടകൾ ഇതൊക്കെ ഉള്ളതാണ്. മേഘം മുട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ധാരാളം മേഘങ്ങൾ ഇങ്ങനെ പർവ്വതത്തിനെ തൊട്ടുരുമിയിട്ടാണ് പോകണമെന്ന് തോന്നും. അങ്ങനെയുള്ള മേഘങ്ങളുടെ സാമീപ്യം കൊണ്ടും പിന്നെ ധാരാളം ശൃംഗങ്ങളും കൊടുമുടികളും ഉണ്ട് അരിഷ്ടപർവ്വതത്തിൽ. വള്ളികൾ, മൃഗങ്ങൾ, സിംഹം, പുലി മുതലായിട്ടുള്ള മൃഗങ്ങൾ, കിഴങ്ങുകൾ, കായ്കകൾ, അതേപോലെ തന്നെ പാമ്പുകൾ, അതൊക്കെ അടങ്ങിയ മഹാപർവ്വതം ആയിരിക്കുന്ന അരിഷ്ടപർവ്വതത്തിൽ അങ്ങോട്ട് കയറുകയാണ് എന്ന് പറയണം. ആ ഹനുമാൻ്റെ ശക്തി കൊണ്ട് നേരത്തെ മഹേന്ദ്രപർവ്വതത്തിൽ കയറിയപ്പോൾ ചില സംഗതികൾ ഉണ്ടായല്ലോ, അത് വെടിയുണ്ടായി. എന്തൊക്കെ ഉണ്ടായത്? പാറകളൊക്കെ പൊടിയുക. തേന പാദതലക്രാന്ത രമ്യേഷു ഗിരിസാനുഷുസ്തുഘോഷ സമശീര്യം ശിലാചൂർണീകൃതർത്തത. കാലിലൊക്കെ പൊടിഞ്ഞു, പാറയൊക്കെ പൊട്ടി. ഹനുമാൻ അങ്ങോട്ട് ശരീരമാണ് വലുതാക്കി വടക്കോട്ട് അങ്ങോട്ട് ചാടി. വലിയ ശബ്ദം പുറപ്പെടുത്ത് തെക്കോട്ട് ചാടിയിട്ട് തെങ്കയിൽ എത്തി. അവിടുന്ന് വടക്കോട്ട് ചാടി ഇങ്ങോട്ടും എത്തി. സിംഹങ്ങളൊക്കെ അലറി. അപ്പോൾ ചില പർവ്വതത്തിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകി എന്ന് പറയുകയാണ്. ഇങ്ങോട്ട് വരുമ്പോഴും അതുണ്ടായില്ലോ. വിദ്യാധരികൾ, അവിടെ താമസിക്കുന്ന ആളുകൾ മുതലായിട്ടുള്ളവരൊക്കെ അവിടം വിട്ടുപോയി. ഇതൊക്കെ ഇങ്ങോട്ട് പോരുമ്പോഴും മഹേന്ദ്രപർവ്വതത്തിലുണ്ടായതാണ്. താമസക്കാരൊക്കെ പോയി ആകാശത്തേക്ക് പോയി. വിദ്യാധരികൾ, ആകാശചാരികളായിട്ട് ചിലരവിടെ താമസിച്ചിരുന്നു. അവരൊക്കെ കിട്ടിയ വസ്ത്രം കയ്യിലുടുത്ത് വേണ്ട പോലെയൊന്നുമല്ല ഉടുത്തത്, വ്യത്യസ്ത വസ്ത്രാഭരണ. അങ്ങനെ ത്രസ്ത വ്യാവിധ വസന, അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ വസ്ത്രം ചുറ്റി അവിടുന്ന് ഓടി. പല സംഗതികൾ അവിടെ ഉപേക്ഷിച്ചു അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ. യക്ഷകിന്നര ഗന്ധർവന്മാർ വാനിലേക്ക് ഉയർന്നു. ഇവിടെ എന്താണ് സംഭവിക്കണം? ഭൂമി കുലുക്കാണോ വേറെ വലുതാണോ? അവർക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഹനുമാനാണെന്നൊന്നും. അങ്ങനെ അവിടെയുള്ളവർ പാതാളത്തിലേക്ക് പോയി ചില ആൾക്കാർ, ആകാശത്തേക്ക് പോയി ചില ആൾക്കാർ. അങ്ങനെ 10 യോജന വിസ്താരവും 30 യോജന ഉയരവും ഉള്ള പർവ്വതം പൊടിഞ്ഞു എന്ന് പറയുകയാണ്. ഹനുമാൻ്റെ ആ കുതിക്കൽ കാരണേ, കുത്തിക്കുമ്പോൾ ഒരു ബലം പ്രയോഗിക്കണല്ലോ, പൊടിഞ്ഞു പോയി എന്ന് പറയുകയാണ്. അങ്ങനെ ഒരൊറ്റ കുതി ആകാശത്തേക്കാണ്ട് കുതിച്ചു. തിരിച്ച് വരാനുള്ള ആ ഒരു ആരംഭം കുറിച്ചു എന്ന് പറയുകയാണ്. ഇനി ആ പ്രത്യാഗമനവും രാമമാൻ മുതലായിട്ടുള്ളവരെ കാണലും സീത കണ്ട വൃത്താന്തങ്ങളുടെ കഥനം, വാനരന്മാരിലുണ്ടായിട്ടുള്ള രൂപഭാവങ്ങൾ, സ്വഭാവഭേദങ്ങൾ, സീതയെ കണ്ടു എന്ന് കണ്ട സന്തോഷ കാര്യങ്ങളൊക്കെയാണ് തുടർന്നുള്ള സർഗങ്ങളിൽ പറയണത്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം
പശ്ചാത് കുംഭകർണനിധനം നേതൃത്യരാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.